പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നവംബർ 17 ഞായറാഴ്ചയാണ്. ഇന്ന് എല്ലാവർക്കും അവധിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് വന്നേ പറ്റൂ. നിങ്ങൾക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എല്ലാ പത്രങ്ങളിലും മെയിനായിട്ട് കൊടുത്തേക്കുന്നത് മണിപ്പൂരിലെ വിഷയമാണ്. മണിപ്പൂർ വീണ്ടും കത്തുന്നു. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണിപ്പൂരിൽ ഇപ്പം വീണ്ടും തുടർച്ചയായിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ മൂന്ന് സ്ത്രീകളെയും കുട്ടികളെയും കാണാനില്ലെന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല 8 പേരാണ് കാണാതായത്. പിന്നെ 2 പേരുടെ ബോഡി ആയുധധാരികളായിട്ടുള്ള ആൾക്കാർ വന്ന് തട്ടിക്കൊണ്ട് പോയെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. 2 പേരുടെ ബോഡി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. അതുപോലെ 6 പേരെ കാണാനില്ലെന്ന് പറഞ്ഞ് അവര് പ്രതിഷേധം നടത്തുകയായിരുന്നു ഇന്നലത്തെ ന്യൂസ്. അപ്പം ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടുപോയ 6 പേരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. കലാപം, ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം, മണിപ്പൂർ വീണ്ടും കത്തുന്നു. തട്ടിക്കൊണ്ടുപോയ 6 പേരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. പ്രതിഷേധം പടരുന്നു. മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ വീടുകൾക്ക് നേരെ ആക്രമണം. 5 ജില്ലകളിൽ കർഫ്യൂ. ജിരിബാമിൽ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 6 പേരും കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് മണിപ്പൂരിൽ വീണ്ടും സ്ഥിതി സ്ഫോടനാത്മകമായി മാറി. 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ളവരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ജനക്കൂട്ടം മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെയും മറ്റു മന്ത്രിമാരുടെയും MLA-മാരുടെ വീടുകൾ ആക്രമിച്ചു. 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 6 പേരിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പം ജനക്കൂട്ടം മന്ത്രിമാർക്കെതിരെയും മന്ത്രിയുടെയും MLA-മാരുടെ ഒക്കെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെ ഒക്കെ വീടുകൾ തോറും ആക്രമണം പ്രതിഷേധിക്കുകയാണ്. അത് 8 മാസം പ്രായമുള്ള കുഞ്ഞാണെന്ന് ഓർക്കണം. ജിരിബാമിൽ ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെയും വ്യാപക ആക്രമണമുണ്ടായി. അത് മാത്രമല്ല 6 പേര് കൂടാതെ തന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കെതിരെയും ആക്രമണം നടന്നു. 5 പള്ളികൾക്കും 6 വീടുകൾക്കും തീയിട്ടു. 5 പള്ളികൾക്കാണ്, അത് നമ്മൾ ഓർക്കണം, ആരാധനാലയമാണെന്ന് ഓർക്കണം. അപ്പൊ 5 പള്ളികൾക്കും 6 വീടുകൾക്കും തീയിട്ടു. അപ്പൊ ഇതൊക്കെ ഈ ഇങ്ങനെ ഒരു സംഭവം ഈ 5 പള്ളികൾക്കും 6 പള്ളികൾക്കെതിരെയൊക്കെ ഇതിടുമ്പോ അവരുടെ ആ മതപരമായ അത് പള്ളികൾക്കൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ 5 വീടുകൾക്കും പിന്നെ കുക്കി അവാന്തര വിഭാഗമായ മാർഗോത്രങ്ങളുടെ പള്ളികളാണിവ. ICI ചർച്ച്, സാൽവേഷൻ ആർമി പള്ളി, EFCA പള്ളി തുടങ്ങിയവ ആക്രമിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ നടന്ന ആക്രമണത്തിൽ മെയ്തേയ് സായുധ സംഘങ്ങളാണ് നേതൃത്വം നൽകിയത്. കലാപം അടിച്ചമർത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ സേനയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴും അവിടെ ആക്രമണം നടക്കുകയാണ്. വീണ്ടും നമ്മൾ ഒരിടയ്ക്ക് തുടങ്ങിയപ്പോൾ തന്നെ മണിപ്പൂരിലെ പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും പള്ളികൾക്കെതിരെയും അവിടുത്തെ ജനങ്ങൾക്കെതിരെയും വീണ്ടും ആക്രമണം നടത്തുകയാണ്. അപ്പൊ ഇതിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു എന്നിട്ടും ഇന്നലെ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി ഇതിന് പ്രതികരിക്കുന്നില്ല. എത്ര പേരുടെ ജീവൻ ഇങ്ങനെ പോലും. മണിപ്പൂരിലെ സമാധാനം വീണ്ടെടുക്കാൻ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം ഡൽഹിയിൽ അറിയിക്കുകയുണ്ടായി. പ്രധാന കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കേസുകളെല്ലാം ദേശീയ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. കിംവദന്തികൾ വിശ്വസിക്കാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സഹകരിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. ഇതിനിടെ സായുധ സേനകൾക്കുള്ള പ്രത്യേക അധികാര നിയമം പിൻവലിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം 6 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പ്രാബല്യത്തിലാക്കിയ നിയമം പിൻവലിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് സംസ്ഥാന ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രി സെക്രട്ടറിക്ക് കത്തയച്ചു. അപ്പം അവിടെ എത്രയും പെട്ടെന്ന് ഈ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒരു സമാധാനം സ്ഥാപിക്കാനാണ് സർക്കാർ എത്രയും പെട്ടെന്ന് തീരുമാനം കൈക്കൊള്ളേണ്ടത്. അല്ലെങ്കിൽ ഇനിയും അതുപോലെ തന്നെ അവിടെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളപ്പോ ഇന്റർനെറ്റും കൂടെ ഇല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങൾ പോലും അറിയത്തില്ല. നേരത്തെ മണിപ്പൂരിൽ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോ 1 മാസം 2 മാസം ഇതൊന്നും കഴിഞ്ഞാണ് പുറം ലോകം കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ആ സ്ത്രീകളെ നഗ്നയാക്കി നടത്തിയതൊക്കെ. അതുപോലെ ക്രൂരായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം അത് കുറച്ച് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇന്റർനെറ്റും കൂടെ ഇല്ലെങ്കിൽ അവിടെ ഒരു കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇതിന് എത്രയും പെട്ടെന്ന് സർക്കാർ ഒരു നടപടി എടുക്കണം. കേന്ദ്ര സർക്കാർ. അതെ, പ്രധാനമന്ത്രി ഇത് ഇനിയും കണ്ടില്ലെന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് പേർ മനുഷ്യജീവനും അതുപോലെ പള്ളികളും വീടുകളും എല്ലാം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ജനങ്ങൾ അനുഭവിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു അതിനായിട്ടൊരു പ്രതികരണം നടത്തുന്നില്ല. ഇപ്പം അത് പള്ളികൾ കത്തിക്കുമ്പോൾ അവരുടെ മതത്തെയും കൂടിയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. മതപരമായിട്ടും നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എല്ലാ മതങ്ങളും ഒത്തുചേർന്ന ഒരു രാജ്യമാണ്.
അപ്പം ആ രാജ്യത്ത് തന്നെ ഇത്രയും വലിയൊരു പള്ളികൾക്ക് നേരെയും ആരാധനാലയങ്ങൾക്കെതിരെയും ആക്രമണം നടക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകും. അപ്പം മണിപ്പൂരിൽ തുടങ്ങിയാലും അത് വലിയൊരു യുദ്ധത്തിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എല്ലാ മതങ്ങളെയും എല്ലാ ആളുകളും അതെ എല്ലാരും ബഹുമാനിക്കുന്നുണ്ട്. ആചാരങ്ങളായിക്കോട്ടെ അവരും അതിലേക്ക് ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ ഇന്ത്യനെ കുറിച്ച് ഇപ്പൊ പുറത്തുള്ള ആൾക്കാർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യനെ കുറിച്ച്. വൈവിധ്യങ്ങളുടെ രാജ്യം, നിരവധി സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, മതങ്ങൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം ആ ഒരു രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് വളരെ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മോശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ നടപടി എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ശബരിമലയുടെ ഒരു ന്യൂസാണ്. വൃശ്ചികപ്പുലരിയിൽ ദർശന സുഹൃതം. വൃശ്ചികപ്പുലരിയിൽ മല കയറിയെത്തിയ ഭക്തസഹസ്രങ്ങൾ അയ്യപ്പ ദർശനത്തിന്റെ സുഹൃതം നുകർന്നു. ഇന്നലെ എത്തിയവരിലേറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു. പുലർച്ചെ 3-ന് പുതിയ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി സോപാനത്ത് നമസ്കരിച്ച ശേഷം കർപ്പൂരം കത്തിച്ച് മണിയടിച്ച് ആദ്യ പൂജയ്ക്കായി ശബരിമല നട തുറന്നപ്പോൾ സന്നിധാനമാകെ ശരണവിളികൾ നിറഞ്ഞു. മാളികപ്പുറത്ത് പുതിയ മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയാണ് നട തുറന്നത്. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശബരിമലയുടെ ഇത്. അപ്പം ശബരിമലയിൽ ആദ്യം 25 മണിക്കൂറിൽ എത്തിയത് 83,429 തീർത്ഥാടകരാണ്. അപ്പം ഇനിയും ആൾക്കാർ കൂടുതലേ ഉള്ളൂ. അതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ. ആദ്യം 25 മണിക്കൂർ, അത് ആദ്യത്തെ ഒരു ദിവസം വന്നത് 83,429 തീർത്ഥാടകര്. പിന്നെ സൗകര്യങ്ങളൊക്കെ പുതിയ ഏർപ്പെടുത്തിയതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയില് വായു മലിനീകരണം രൂക്ഷം. നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നു ആ ദീപാവലിക്ക് പിന്നെ അവിടെ എന്തോ ബൈക്കോല് കത്തിച്ചതുകൊണ്ട് അതിന്റെ പുറകെ ദീപാവലിയുടെ ഇതും കൂടെ വന്നപ്പോഴത്തേക്കിനും അവിടെ കൂടുതലും കുട്ടികളടക്കം സ്കൂളുകൾ അവിടെ അടയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്നാലും കുട്ടികളടക്കം ഉള്ളവർക്ക് ഒരുപാട് ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ്യ തലസ്ഥാനത്ത് വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു. നിയന്ത്രണങ്ങൾ ശക്തമാക്കി ഡൽഹി സർക്കാർ. വായു നിലവാരം ഗുരുതരമായി 4-ാം ദിവസവും 400-ന് മുകളിൽ തുടരുകയാണ്. അപ്പോൾ വളരെയധികം ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഡൽഹി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വായു മലിനീകരണം അത് വന്നാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ളത്. ഗ്രാപ്പ് 3 നിയന്ത്രണങ്ങൾ നിലവിൽ വന്ന ആദ്യ ദിനമായ ഇന്നലെ പിഴ ഇനത്തിൽ 5.8 കോടി രൂപ ഈടാക്കി. ഡൽഹിയിൽ ഇന്നലെ ശരാശരി വായു ഗുണനിലവാരം 417 രേഖപ്പെടുത്തി. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതെ, കാരണം നമുക്കറിയാം അതെ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ മറ്റേ മാലിന്യത്തിന് തീപിടിച്ചത്. അതെ, ആ ഒരു സമയത്ത് തന്നെ അവിടെ എന്തോരം അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഡൽഹി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഡൽഹിയിൽ എപ്പോഴും ഈ ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പം അത്രയും തിരക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് വലുതാണ്. പിന്നെ വേറൊരു ന്യൂസ് നമ്മൾ ഇന്നലെ വാർത്തകളിലെല്ലാം നിറഞ്ഞ ഒരു ന്യൂസാണ്. കോൺഗ്രസ് ത്രിവർണം അണിഞ്ഞ് സന്ദീപ് വാര്യർ. ഉപതെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ശേഷിക്കെ BJP മുൻ സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരിന് വോട്ട് തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നഗരത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ സന്ദീപിനെ ത്രിവർണ്ണ ഷാൾ അണിയിച്ച് KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു. ഉപാധികളില്ലാതെയാണ് പാർട്ടിയിൽ ചേരുന്നതെന്നും സന്ദീപും കോൺഗ്രസും പറഞ്ഞു. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് മാറി സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുന്നതായി സന്ദീപ് പറഞ്ഞു. കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ലെന്ന് സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പേരിൽ തനിക്ക് വിലക്കായിരുന്നു. BJP വിടാനുള്ള പ്രധാന കാരണം സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനാണ്. അപ്പം കേരളത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ലെന്ന സമൂഹമാധ്യമ പോസ്റ്റിന്റെ പേരിൽ തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതാണ് ഇപ്പൊ BJP വിടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് BJP സംസ്ഥാന സെക്രട്ടറി K സുരേന്ദ്രനാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ
വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും മാറി സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുന്നു. അങ്ങനെയാണ് സന്ദീപ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പം BJP മുഖ്യമന്ത്രിയും ചേർന്നുള്ള സഹകരണ രാഷ്ട്രീയത്തിനെതിരെ നിലപാട് എടുത്തുവെന്നതാണ് താൻ ചെയ്ത കുറ്റമെന്നും പറഞ്ഞു. അപ്പം BJPയും മുഖ്യമന്ത്രിയും ചേർന്നുള്ള സഹകരണ രാഷ്ട്രീയത്തിനെതിരെ, അവർ തമ്മിൽ ചേർന്നുള്ള സഹകരണ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുത്തതാണ് അദ്ദേഹം ചെയ്ത കുറ്റമെന്ന് പറഞ്ഞു. സ്നേഹത്തിന്റെ കടയിൽ സന്ദീപിന് വലിയ കസേരകൾ ലഭിക്കട്ടെ എന്നായിരുന്നു പരിഹാസപൂർവ്വം BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ പ്രതികരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സ്നേഹത്തിന്റെ കടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും മാറി സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുത്തു. അപ്പം ആ സ്നേഹത്തിന്റെ കടയിൽ സന്ദീപിന് വലിയ കസേരകൾ ലഭിക്കട്ടെ എന്നും ഇതിന് പ്രതികരണമായിട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണെന്ന് വരുമ്പോ നോക്കി കാണാം. കേരളത്തിൽ 2 ദിവസമായിട്ട് നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോ ഇന്നലെയൊക്കെ ഒരു ഉച്ചയോട് കൂടിയാണ് മഴ നമ്മുടെ ഇവിടെ ഇടിമിന്നലും കാറ്റും. അപ്പോൾ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. അപ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അതെ. അപ്പോൾ ഇടിമിന്നലും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കണം. മഴയത്തൊന്നും കഴിവതും ഇറങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ ന്യൂസ് കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ ചാനലിന്റെ ന്യൂസ് നോക്കുക. അതെ, നോക്കുക. ഞങ്ങൾ എല്ലാ കാര്യവും പറയുന്നതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിലും കേന്ദ്രം സഹായം നൽകുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കേന്ദ്രം കൈമലർത്തി കേരളം കണ്ടെത്തണം 1500 കോടി. 1500 കോടി രൂപയായിരുന്നു കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടത്. അപ്പം ദുരന്ത നിവാരണ ഫണ്ട് ഫലപ്രദമായി വിതരണം ചെയ്യുന്നതിലെ മാനദണ്ഡങ്ങൾക്ക് തടസ്സം. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലേക്ക് സഹായ പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്രം കൈമലർത്തിയതോടെ സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് 1500 കോടി കണ്ടെത്തേണ്ടി വരും. അപ്പം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട തുക അവർ തരില്ലെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ പേരിൽ കേരളം കണ്ടെത്തേണ്ടത് 1500 കോടി രൂപയാണ്. ദുരന്ത മേഖലയിലേക്കുള്ള എല്ലാ സഹായങ്ങളും പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഇതിനു പുറമെ പുനരധിവാസ പാക്കേജും പൂർത്തിയാക്കണം. അപ്പോൾ ദുരന്ത മേഖലയിലേക്ക് എല്ലാ സഹായങ്ങളും പ്രഖ്യാപിച്ചിരുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിന് പുറമെ പുനരധിവാസ പാക്കേജും പൂർത്തിയാക്കേണ്ടതുണ്ട്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 394 കോടി രൂപയുണ്ടെങ്കിലും ഇതിൽ നിന്ന് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വളരെ പരിമിതമായ തുക മാത്രമേ വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം സംസ്ഥാനത്തിന്റെ ദുരന്ത പ്രതികരണ നിധിയിൽ ഇപ്പം നിലവിൽ 394 കോടി രൂപയുണ്ട്. പക്ഷേ അതിൽ പല മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ പരിമിതമായ തുക മാത്രമേ വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. മാനദണ്ഡങ്ങൾ ലഘൂകരിക്കാൻ കേന്ദ്രത്തോട് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ അതിന് അനുമതി നൽകിയിട്ടില്ല. കേന്ദ്രം കൈവിടുകയും കേരളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നതിനാൽ വയനാട് പാക്കേജ് നടപ്പാക്കാൻ സ്വകാര്യ വ്യക്തികളുടെ സഹായം തേടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കേരളത്തിന് കടക്കേണ്ടി വരും. സ്പോൺസർഷിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ള വൻകിട സ്ഥാപനങ്ങളെ കോർത്തിണക്കി പുനരധിവാസ പദ്ധതിക്കായി സഹകരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം കേന്ദ്രം ഇങ്ങനെ ഒരു നിലപാടെടുത്ത സ്ഥിതിക്ക് സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടെ, അതായത് സ്പോൺസർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ പുനരധിവാസ പദ്ധതികൾ സഹകരിപ്പിക്കാനായിട്ടാണ് കേരളം മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പം ഇതിന് പുറമെ സഹായം തേടി കേന്ദ്രത്തെ വീണ്ടും സമീപിക്കുകയും ചെയ്തു. എന്നാലും കേന്ദ്രത്തെ വീണ്ടും സഹായത്തിനായി സമീപിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ ഓരോ ആൾക്കാരും നമുക്ക് എത്ര കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് സ്വകാര്യ വ്യക്തികളല്ല. അപ്പൊ ഇത്രയും 1500 കോടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ കേന്ദ്രം സഹായിക്കാതെ ഒന്നും നടക്കില്ല. തീർച്ചയായിട്ടും. പക്ഷെ സ്വകാര്യ വ്യക്തികളുടെ ഓരോരുത്തർക്കും തരുന്നതിലും കൊടുക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പം സ്വകാര്യ വ്യക്തികളെ വെച്ചിട്ട് അത് പുനരധിവാസം പദ്ധതികൾ തുടങ്ങാനെങ്കിലും കേരളം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരന്ത പ്രതികരണ നിധിയിലെ വ്യവസ്ഥ പ്രകാരം പൂർണ്ണമായി തകർന്ന വീടിന് 1.30 ലക്ഷം രൂപയും 1 കിലോമീറ്റർ റോഡ് നന്നാക്കാൻ 75,000 രൂപയും മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. മാനദണ്ഡം അനുസരിച്ച് പരമാവധി 30 ദിവസം മാത്രമേ സംസ്ഥാനത്തിന് ധനസഹായം നൽകാനാകൂ. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 30 ദിവസം മാത്രമേ സംസ്ഥാനത്തിന് ധനസഹായം നൽകാൻ കഴിയുകയുള്ളൂ. ക്യാപ്പുകൾ അവസാനിപ്പിച്ച് ഓഗസ്റ്റ് 24 മുതൽ പ്രതിദിന സഹായ വിതരണം നടത്തുന്നുണ്ട്. ദിവസം 300 രൂപ വീതമാണ് നൽകുന്നത്. അപ്പം ദിവസം 300 രൂപ വീതം നൽകുന്നുണ്ട്.
ഒരു കുടുംബത്തിലെ പ്രായപൂർത്തിയായ 2 പേർക്കാണ് ധനസഹായം. കിടപ്പ് രോഗികളുള്ള കുടുംബങ്ങളിലെ ഈ ആനുകൂല്യം 3 പേർക്ക് ലഭിക്കും. ആദ്യ 1 മാസം കഴിഞ്ഞുള്ള ചെലവുകൾ സംസ്ഥാനം സ്വന്തമായി നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വളരെ ഒരു ദുർബലപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും കേന്ദ്രം സഹായിക്കാതെ സംസ്ഥാന സർക്കാരിന് മാത്രം അത്രയും, കാരണം ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഇനി 1500 കോടി വേണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. അപ്പൊ അത്രയും നമ്മൾ എപ്പോഴും പറയുന്നതാണ്, കേരളം വന്ന് പ്രധാനമന്ത്രി കണ്ടതാണ്, ചൂരൽമലയിൽ വന്ന് സന്ദർശിച്ചിട്ട് അവിടുത്തെ ആളുകൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയതാണ്. പക്ഷെ പിന്നീട് എന്താ പുള്ളി ഒരു തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോഴും കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തപ്പോൾ പോലും കേരളത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പൊ കേന്ദ്രം മുൻപ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വയനാട് പുനരധിവാസത്തിന് പ്രധാനമന്ത്രി മോദി കേന്ദ്ര പാക്കേജ് ഉറപ്പ് നൽകിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ഉറപ്പ് നൽകിയത്. വയനാട് പുനരധിവാസത്തിന് പ്രധാനമന്ത്രി മോദി കേന്ദ്ര പാക്കേജ് ഉറപ്പായിട്ട് നൽകുമെന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം വാക്ക് നൽകിയത്. പിന്നെ ഒക്ടോബർ 14 പ്രധാനമന്ത്രിയുടെ വാഗ്ദാനങ്ങൾ പാഴായെന്ന പ്രചരണം ഉപേക്ഷിക്കണമെന്നും വയനാടിന് കേന്ദ്രത്തിന്റെ സഹായവും കരുതലും ഉണ്ടാകുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പറഞ്ഞിരുന്നു. പിന്നെ ഒക്ടോബർ 30 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകണമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ പറഞ്ഞു. പിന്നെ നവംബർ 4 ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നടപടികൾ പൂർത്തിയാക്കി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാത്തതിനാലാണ് ഫണ്ട് അനുവദിക്കാത്തതെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ പത്രം വായിച്ചപ്പോൾ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യമാണോ കേരളം എന്ന് പിണറായി വിജയൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം കേരളത്തെ മാത്രം ഇങ്ങനെ അവഗണിക്കുന്നത്. അത് വാഗ്ദാനങ്ങൾ നല്ല രീതിയിൽ നൽകുന്നുണ്ട്. അത് എല്ലാവരുടെയും ജനങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ വായിച്ചായിരുന്നു. മറ്റേ നട്ടലൊടിഞ്ഞ ഒരു അവരുടെ കുടുംബത്തിന് സഹായം ആകെ ആ ഒരു നെടുന്തൂണെന്ന് പറയാൻ അദ്ദേഹമായിരുന്നു. നട്ടലൊടിഞ്ഞ് കിടപ്പിലായപ്പോ എല്ലാ സഹായം ചെയ്യാന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കൂടെ ഉണ്ടാകും, തുടർന്നുള്ള ചികിത്സക്കാണെങ്കിലും ഉണ്ടാകും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നു. അപ്പം കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പോലും ഒരിത്. പിന്നെ നമ്മളെ ഒരു ഇടയ്ക്ക് ഒരു വീഡിയോ വൈറലായിരുന്നു, മറ്റേ നൈസമോൾ എന്ന് പറഞ്ഞിട്ട് മറ്റേ പ്രധാനമന്ത്രിയുടെ താടിയിലൊക്കെ പിടിക്കുന്നത്. അപ്പം മോദിയോട് നൈസമോളുടെ ഉമ്മയും ചോദിക്കുന്നു, ഉള്ളു പൊട്ടിയ വേദന എങ്ങനെ മറക്കാനായി? നൈസമോളെ പ്രധാനമന്ത്രി താലോലിച്ചപ്പോൾ ദുരന്തം രാജ്യം കണ്ടല്ലോ എന്നായിരുന്നു ചിന്ത. വല്ലുപ്പയോടെന്ന പോലെയാണ് അവൾ മോദിയോട് ഇണങ്ങിയത്. താടിയിൽ പിടിച്ചു, കവിളിൽ തൊട്ടു, മുത്തം നൽകി, അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തു. അപ്പോൾ സന്തോഷം തോന്നി. എന്നാൽ ഉരുൾപൊട്ടി എല്ലാം നഷ്ടമായതിനേക്കാൾ വേദനയാണിപ്പോൾ. ദുരന്തം നേരിൽ കണ്ടിട്ടും സഹായിക്കാനില്ലെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് എങ്ങനെ തോന്നുന്നു? മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മകൾ ഒഴികെ എല്ലാം നഷ്ടമായ ജസീലയുടെ ചോദ്യം ആരുടെയും ഉള്ളൊലിക്കും. അപ്പം ദുരന്തം നേരിൽ കണ്ടിട്ടും സഹായിക്കാൻ കഴിയില്ലെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് എങ്ങനെ തോന്നുമെന്നാണ് അവർ ചോദിക്കുന്നത്. ദുരന്തത്തിൽ പരിക്കേറ്റ് ജസീലയുടെ മകൾ നൈസമോളും മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ആഗസ്റ്റ് 10 പ്രധാനമന്ത്രി എത്തിയിരുന്നത്. 3 വയസ്സുകാരി നൈസയുടെ ചേച്ചിമാരായ ഹിന, ഫൈസ, ഉപ്പ ഷാനവാസിന്റെ ഉപ്പ മുഹമ്മദ് അലി, ഉമ്മ ജമീല എന്നിവരെ ഉരുളെടുത്തു. ഷാനവാസ് ഇപ്പോഴും കാണാമറയത്താണ്. നെല്ലിമുണ്ടിൽ സർക്കാർ നൽകിയ വാടക വീട്ടിലാണ് ഇപ്പോൾ ഉമ്മയും മകളും ഉള്ളത്. ചികിത്സ ലഭിച്ചു. കാഴ്ച തിരികെ ലഭിച്ചത് പരുക്കുകളെല്ലാം മാറുന്നു. സംസ്ഥാന സർക്കാരിന്റെ സഹായമെല്ലാം തന്നു. പക്ഷേ അർഹമായ സഹായം തടഞ്ഞാൽ എങ്ങനെ പുതിയ വീടൊരുങ്ങും? ഉപജീവനമാർഗമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? തേങ്ങലടക്കി ജസീലയും ചോദിക്കുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ സഹായിക്കേണ്ടവര് സഹായിക്കാതിരുന്നാൽ അവർക്ക് വീടും ഇല്ല. അപ്പൊ ഈ ഉമ്മയും മോളും മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഉപജീവന മാർഗവും ഇല്ല. അപ്പം വീട് വേണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു ഉപജീവന മാർഗം അവർക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ചോദ്യമാണ് ആ ഉമ്മയും ചോദിക്കുന്നത്. അപ്പം പ്രധാനമന്ത്രി ഇതൊന്നും നമ്മളെന്താ കാണുന്നില്ലേ എന്ന് തന്നെ നമുക്ക് ചോദിക്കാം. വേറൊരു നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഉത്തർപ്രദേശ് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം. ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിബായ് ആശുപത്രിയിൽ നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് ദുരന്തം. 16 കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച രാത്രി
10:35 തീപിടുത്തമുണ്ടായത്. അപകട സമയത്ത് 50-ലേറെ കുട്ടികൾ ICUവിൽ ഉണ്ടായിരുന്നു. 37 കുട്ടികളെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് ജനലുകൾ തകർത്ത് രോഗികളെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു നേഴ്സിനും പൊള്ളലേറ്റു. ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ത്രിതല അന്വേഷണത്തിന് UP സർക്കാർ ഉത്തരവിട്ടു. സംഭവത്തെക്കുറിച്ച് 12 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഝാൻസി ഡിവിഷണൽ കമ്മീഷണർ, മേഖലാ ഡെപ്യൂട്ടി IG എന്നിവർ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി. തീപിടുത്തത്തിന് കാരണം ആശുപത്രിക്കുണ്ടായ വീഴ്ചയാണോ എന്ന് ആരോഗ്യവകുപ്പ് അന്വേഷിക്കും. ഇതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള കുട്ടികൾക്കായും അല്ലാത്തവർക്കായും 2 യൂണിറ്റുകളാണ് NICയിലുണ്ടായിരുന്നത്. ഇതിൽ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ യൂണിറ്റിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതൊരു കഷ്ടമായിപ്പോയി. അതെ, വളരെ 10 കുട്ടികൾ, നവജാത ശിശുക്കൾ, 16 കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ അത് ജനിച്ചു വീണപ്പോ തന്നെ അതെ, എന്തൊരു പ്രതീക്ഷയിലായിരിക്കും അവർക്കൊക്കെ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതെ, ഇനിയിപ്പോ ഇതില് ആശുപത്രിക്കാരുടെ വീഴ്ചയാണോ എന്നൊക്കെ പരിശോധന ഉണ്ടായിരിക്കും. അതിനുശേഷമേ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ആണോ അപകടം, എന്താണ് കാരണമെന്ന് ഇനി റിപ്പോർട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. വളരെ നമുക്ക് ദുഃഖം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ്. പിന്നെ വേറൊരു ന്യൂസും, ഉരുൾപൊട്ടൽ ഉള്ളിൽ നിന്നേ അറിയാം. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രത്യാഘാതം പരമാവധി കുറയ്ക്കാനുള്ള ആശയങ്ങളാണ് സംസ്ഥാന ശാസ്ത്രോത്സവം HS വിഭാഗം വർക്കിംഗ് മോഡലിൽ കൂടുതൽ വിദ്യാർത്ഥികളും അവതരിപ്പിച്ചത്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ ജലത്തിന്റെ അളവ് കൂടാൻ തുടങ്ങുമ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ലാൻഡ് സ്ലൈഡ് അലേർട്ട് സിസ്റ്റമാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ നീരമയയും നിരാമയയും AM ശ്രേയസും അവതരിപ്പിച്ചത്. കൃഷിയിടങ്ങളിൽ മണ്ണിന്റെ ഈർപ്പം ഉണക്കാൻ ഉപയോഗിക്കുന്ന സോയിൽ മോയ്സ്ചറൈസർ സെൻസർ പരീക്ഷണം വരുത്തിയാണ് ഇവരുടെ പരീക്ഷണം. ഭൂതലജലത്തിന്റെ അളവ് 80% പിന്നിടുമ്പോഴാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അളവ് 65% എത്തുമ്പോൾ തന്നെ സെൻസർ അപകട സൂചന പുറപ്പെടുവിക്കും. സെൻസറുമായി ബന്ധിപ്പിച്ചിരുന്ന പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ടവറിൽ നിന്ന് അപകടം സൈറൺ മുഴങ്ങും. കൂടാതെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ലാൻഡ് സ്ലൈഡ് അലർട്ട് ആപ്പ് വഴി സമീപത്തെ പോലീസ് സ്റ്റേഷൻ, ഫയർഫോഴ്സ്, പ്രദേശവാസികൾ തുടങ്ങിയവർക്ക് മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിക്കും. ഇതോടെ പ്രദേശത്ത് നിന്നും ജനങ്ങൾക്ക് മുൻകൂട്ടി മാറിപ്പോകാൻ സാധിക്കും. അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ ചൂരൽമല ദുരിതം ഇപ്പോഴും ഒരു തീരാ നോവായിട്ട് നമ്മുടെ മലയാളികളുടെ മനസ്സ് നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു അവരത് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടും നല്ല രീതിയിൽ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവട്ടെ അല്ലേ? അതെ, ഉണ്ടാവട്ടെ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. അതെ, കണ്ടുപിടിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. വേറൊരു ന്യൂസും, അമിതമായാൽ ആന്റിബയോട്ടിക്കും അപകടം, എന്തിനും ഒരു പരിധിയുണ്ട്. ആന്റിബയോട്ടിക്കുകളെ അമിതമായ ഉപയോഗം ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ ആരോഗ്യവകുപ്പ് കുടുംബശ്രീയുമായി കൈകോർക്കും. രോഗാണുക്കൾക്കെതിരെ ആന്റിബയോട്ടിക് ഫലിക്കാതെ വരുന്ന അവസ്ഥ വ്യാപകമായതോടെയാണിത്. അത് ആന്റിബയോട്ടിക്കുകൾ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉയർന്നു വരുന്ന ഭീഷണികളെക്കുറിച്ച് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നടത്താനായി കുടുംബശ്രീയുമായി കൈകോർക്കും. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആന്റിബയോട്ടിക് ഫലിക്കാതെ വരുന്ന അവസ്ഥ വ്യാപകമായതോടെയാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വയം വാങ്ങിക്കഴിക്കുക, കുറിപ്പടിയില്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ആന്റിബയോട്ടിക്കുകൾ വിൽക്കുക, ബാക്ടീരിയ മൂലമുള്ള അണുബാധയാണെന്ന് കൃത്യമായി വിലയിരുത്താതെ അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ കുറിച്ച് നൽകുക, ഡോക്ടർ കുറിച്ച് നൽകുന്ന മരുന്നുകൾ കൃത്യമായും പൂർണ്ണമായും കഴിക്കാതിരിക്കുക എന്നിവയാണ് പ്രധാന പ്രശ്നങ്ങൾ. അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ കുറിച്ച് നൽകുന്നത് ഒഴിവാക്കാനും ആവശ്യം വന്നാൽ തന്നെ പ്രതിരോധ സാധ്യത കുറവുള്ള ആക്സസ് ഗണത്തിൽപ്പെട്ട ആന്റിബയോട്ടിക്കുകൾക്ക് നൽകാനും ഡോക്ടർമാരുടെ ഇടയിൽ പ്രചരണം നടത്തും. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് പല രോഗാണുക്കളിലും ആന്റിബയോട്ടിക് പ്രതിരോധത്തിൻ്റെ തോത് വളരെയധികം കൂടും. പിന്നെ ഇത് മരുന്നുകൾക്ക് ഏൽക്കാത്ത സ്ഥിതി ഉണ്ടാകും.
പിന്നെ ശരീരത്തിൽ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളെ ഇത് കൂടുതലായിട്ട് സൃഷ്ടിക്കും. പിന്നെ നിശ്ചിത ദിവസത്തേക്ക് മാത്രം കൃത്യമായി കഴിക്കാനുള്ളതാണിവ. നിരന്തരമായി ഉപയോഗം കുട്ടികളിൽ വൻ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്. അതെ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ മടിയായിട്ട് അങ്ങനെയാണ് നമ്മൾ തന്നെ സ്വയം ചികിത്സിക്കുന്ന ഒരു ഇതാണ് ഇപ്പം നിലവിൽ. അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ന്യൂസ് ഉണ്ടായിരുന്നു, ഈ പാരസെറ്റാമോളിന്റെ 10 ബാച്ചുകൾ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയാണെന്നും പറഞ്ഞു. അപ്പം അനാവശ്യമായിട്ട് മരുന്ന് അങ്ങനെ കഴിക്കാതിരിക്കുക. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പനിയാണെങ്കിൽ പോലും നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ തരുന്ന മരുന്ന് മാത്രം കഴിക്കുക. അതിനാൽ നമ്മൾ സ്വയം ചികിത്സിക്കാൻ നിന്ന് ആദ്യമൊക്കെ മാറും, പിന്നെ അതിന്റെ പ്രത്യാഘാത അനുഭവിക്കേണ്ടതെന്ന് പിന്നെ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ ഇത് മൃഗങ്ങൾക്കും അപകടകരമാണ്. ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ള വൻമൃഗ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ പശുക്കൾക്ക് മരുന്ന് നൽകുന്നതും മരുന്ന് നൽകിക്കഴിഞ്ഞാൽ പാലിൽ ആൻറ്റിബയോട്ടിക്കിന്റെ അംശം കാണാനിടയുള്ള കാലയളവിനുള്ളിൽ കറക്കുന്ന പാൽ വിൽക്കുന്നതും ഒഴിവാക്കണം. കോഴി, താറാവ് എന്നിവയ്ക്ക് രോഗം വരാതിരിക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നതും ഇറച്ചിയിലൂടെ ആൻറ്റിബയോട്ടിക്കുകൾ മനുഷ്യ ശരീരത്തിന് ഇടയാക്കും. അണുബാധ ഒഴിവാക്കാൻ മുൻകരുതലുകളായി മൃഗങ്ങൾക്കും മത്സ്യകൃഷിയിലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. അപ്പം മൃഗങ്ങളിൽ നിന്ന് നമ്മളിലേക്ക്, നമ്മളവരുടെ മാംസം കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളിലേക്കും വരും. അപ്പോൾ അതും പ്രത്യേകം നമ്മൾ മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കണം. ശരി. അപ്പോൾ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നയൻതാര. ഇന്നലെയൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി നയൻതാര. ഇൻസ്റ്റഗ്രാമിലൂടെ ധനുഷിന് അയച്ച തുറന്ന കത്തിലൂടെയാണ് നയൻതാരയുടെ വിമർശനം. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ ഞാനും റൗഡിദാൻ എന്ന സിനിമയുടെ ചില BDS ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് കാണിച്ച് ധനുഷ് നയൻതാരയ്ക്ക് 10 കോടിയുടെ കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ചതിനു പിന്നാലെയാണ് പ്രതികരണം. ആരാധകർക്ക് മുമ്പിൽ കാണിക്കുന്ന നിഷ്കളങ്ക മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിനുള്ളതെന്നും വൈരാഗ്യ ബുദ്ധിയോടെയാണ് പെരുമാറുന്നതെന്നും നടി നയൻതാര പറഞ്ഞിരിക്കുകയാണിപ്പോൾ. അപ്പോൾ വിഘ്നേഷ് ശിവന്റെയും നയൻതാരയുടെയും വിവാഹ ഡോക്യുമെന്ററിയിൽ ഞാനും റൗഡിദാൻ എന്ന് പറയുന്ന സിനിമയുടെ ചില BDS ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെതിരെ ധനുഷ് നയൻതാരയുടെ 10 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോപ്പിറൈറ്റിന്. അതെ, അപ്പോൾ ഇതിനെതിരെയാണ് നയൻതാര ഇപ്പോൾ ഈ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. അത് കോപ്പിറൈറ്റ് വരുന്നതല്ലേ, എല്ലാവർക്കും അങ്ങനെ കോപ്പിറൈറ്റിനുള്ള അവകാശം ഉണ്ട് അവരുടെ ഇത് എടുക്കുമ്പോഴത്തേക്കും. എന്താണെന്ന് ഇനി വരുമ്പം മുന്നോട്ട് അറിയാം ഇവരുടെ കേസ് എങ്ങനെയാകൂന്നുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം എല്ലാവരെയും ജനങ്ങളെല്ലാം പേടിച്ചിരിക്കുന്നതാണ് കുറുവാ സംഘം. അപ്പോൾ കുറുവാ സംഘം എന്ന സംശയം വിലങ്ങുമായി ചാടിപ്പോയ പ്രതിയെ വെള്ളത്തിൽ നിന്നും പൊക്കി തിരച്ചിൽ നടത്തിയത് 75ഓളം വരുന്ന പോലീസ് സംഘം. അപ്പം എല്ലാവരും ജനങ്ങളൊക്കെ ശരിക്കും ഭയപ്പെട്ടു. അതെ, ഇന്നലെ പെരുമ്പാവൂര്, പിന്നെ ആലപ്പുഴ, കഴിഞ്ഞ ദിവസം ആലപ്പുഴ, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പൊ ഇവര് വീണ്ടും ഒരിടയ്ക്ക് വന്നിട്ട് പിന്നെ അവര് അവിടെ എല്ലാരും അറിയുമ്പം അവിടുത്തെ സ്ഥലം CCTV ദൃശ്യം കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. അത്രയ്ക്കും അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ഒരു രൂപത്തിലാണ് അവര് വരുന്നത്. അപ്പം ആലപ്പുഴ പോലീസ് കുണ്ടന്നൂരിൽ നിന്നും പിടികൂടിയ കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന പ്രതി വിലങ്ങുമായി പോലീസിനെ വെട്ടിച്ചു കടന്നു. പോലീസും അഗ്നിരക്ഷാ സേനയും കായലും കരയും അരിച്ചു പെറുക്കി നടത്തിയ 4.5 മണിക്കൂർ തിരച്ചിലിനൊടുവിൽ പ്രതിയെ അതിസാഹസികമായി പിടികൂടി. മോഷണം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ തമിഴ്നാട് സ്വദേശി സന്തോഷെൽവനാണ് ആലപ്പുഴ മണ്ണാഞ്ചേരി പോലീസിന്റെ ജീപ്പിൽ നിന്നും ഇറങ്ങിയോടിയത്. കുണ്ടന്നൂർമേൽ പാലത്തിന് താഴെ സ്ലീപ്പ് റോഡിലെ ഇന്നലെ വൈകിട്ട് 6:15 സംഭവം. ഏതാനും ദിവസമായി ആലപ്പുഴയിൽ നടക്കുന്ന കുറുവ മോഡൽ മോഷണങ്ങളിലെ പ്രതി കുണ്ടന്നൂർ പാലത്തിന് താഴെ തമ്പടിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് മണ്ണാഞ്ചേരിയിൽ നിന്നുള്ള പോലീസ് സംഘം കൊച്ചിയിലെത്തിയത്. പാലത്തിന് താഴെ കായലിനോട് ചേർന്നുള്ള ഭാഗത്ത് തമ്പടിച്ചിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ സംഘത്തെ പരിശോധിക്കുന്നതിനിടെയാണ് സന്തോഷിനെ കണ്ടെത്തിയത്. താൽക്കാലിക ടെന്റിനുള്ളിൽ തറയിൽ കുഴിയെടുത്ത് അതിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്ന ശേഷം ടർപ്പോളിൽ കൊണ്ട് മൂടി ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ. ടൈറ്റിൽ ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു. പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിച്ച പ്രതിയെയും ഒപ്പമുണ്ടായിരുന്ന മണികണ്ഠൻ എന്ന ആളെയും പിടികൂടി വിലങ്ങ് വെച്ചു. അപ്പം ഇങ്ങനെ ഒരു കുറുവാ സംഘം മോഡൽ എന്ന് സംശയിക്കുന്ന ഒരാളെയാണ് പിടികൂടുന്നത്. അപ്പം ആ മോഡൽ അവർ നടത്തുന്ന മോഡൽ പോലൊരു മോഷണം ഇവർ നടത്തിയതിന്റെ പേരിൽ അപ്പം എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഒളിച്ചിരിക്കുന്നത്. കുഴി തോണ്ടിട്ട് അതിനകത്ത്
അങ്ങനെ കഷ്ടപ്പെട്ട് ചിരിയാണ് വരുന്നത്. അല്ല, അത് നമ്മൾ ഓർക്കുമ്പോ ശരി വരും. അപ്പൊ എങ്ങനെ പിടിക്കണം ഇത് ആണെങ്കിൽ പിടിക്കണം. ആളുകൾ എങ്ങനെയാ ജീവിക്കുന്നല്ലേ. അപ്പൊ അതിനടുത്ത് ഓർക്കണം. എന്തായാലും പോലീസ് ആകസിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ജീപ്പിൽ കയറുന്നതിനിടെ സംഘത്തിലെ സ്ത്രീകൾ അക്രമാസക്തരായി പോലീസ് ജീപ്പ് വളഞ്ഞു. ഇവർ പോലീസിനോട് കയർക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ സ്ത്രീകളെ പ്രതിരോധിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഈ ബഹളത്തിനിടെ സന്തോഷൽവൻ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ ശേഷം കായലോരത്ത് ഉയരത്തിൽ കുറ്റിക്കാടുകൾ വളർന്നു നിൽക്കുന്ന ചതുപ്പ് പ്രദേശത്തേക്ക് ഓടിമറയുകയായിരുന്നു. അപ്പൊ എന്താണ് സ്ത്രീകൾ വരെ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ എന്താണേലും അവരെ പിടിച്ചാലേ ഉള്ളൂ ജനങ്ങളുടെ ഭയം മാറത്തുള്ളൂ. നമ്മൾ കാണുമ്പോ തന്നെ CCTV ദൃശ്യങ്ങൾ കാണുമ്പോ തന്നെ വരുമോ എന്നുള്ളൊരു ഭയമാണ്. CCTV ഉണ്ടായിട്ട് അവർ അത്രയും ധൈര്യത്തോടെയാണ് നടക്കുന്നത്. അവര് നടക്കുന്ന കാണുമ്പോ തന്നെ അവർക്കറിയാം, ഒരു ഭയങ്കര കോൺഫിഡൻസ് പോലെ തോന്നുന്നുണ്ട്, ഒരു പേടിയില്ലാത്ത പോലെ. നമ്മള് സിനിമയിലൊക്കെ കാണുന്ന റിയൽ ലൈഫിൽ ഇപ്പൊ വരുമ്പോ നമുക്കൊരു എന്തോ ഒരു പേടി. അടുത്ത ന്യൂസ് എന്താ? രാഹുലിന്റെയും അമിത്ഷായുടെയും പ്രസംഗത്തിൽ നോട്ടീസ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയ പ്രസംഗത്തിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. കോൺഗ്രസ് BJP അധ്യക്ഷന്മാർക്കാണ് നോട്ടീസ് നൽകിയത്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടത്തിയ പ്രസംഗങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതായാണ് പരാതിയിൽ പറയുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് BJP അധ്യക്ഷൻ JP നഡ്ഡ, കോൺഗ്രസ് അധ്യക്ഷ മല്ലികാർജുൻ ഖാർഗെയും മറുപടി നൽകണം. ഈ മാസം 6-ന് മുംബൈയിൽ നടത്തിയ പ്രസംഗത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മഹാരാഷ്ട്രയിലെ തൊഴിലവസരങ്ങൾ കവർന്നെടുക്കുന്നു, തട്ടിയെടുക്കുന്നു എന്നിങ്ങനെ തെറ്റായ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി BJP രാഹുലിനെതിരെ പരാതി നൽകിയത്. എന്താ ഓരോ പ്രസംഗത്തിലും ഓരോ പ്രസംഗത്തിലും ഇവർ നടത്തുന്ന പ്രസ്താവനയ്ക്കെതിരെ ഒരാൾ പ്രതികരിക്കും, പിന്നെ അടുത്ത ആൾ അതിന്റെ പ്രതികരണം നടത്തും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ഥിരം സംഭവമാണ്. വേറെ ന്യൂസ് എന്നാ മതിയോ? അപ്പം നമ്മൾ ബ്രിക്സ് G20 ഉച്ചകോടി നാളെ മുതൽ ബ്രസീലിൽ. അപ്പം G20 രാജ്യങ്ങളുടെ ഉച്ചകോടി 18-19 തീയതികളിൽ ബ്രസീലിൽ റിയോ ഡി ജെറിനോയിൽ നടക്കും. ബ്രസീലിനാണ് ഇത്തവണ ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്, US പ്രസിഡന്റ് ജോ ബൈഡൻ തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ രാഷ്ട്രതലവന്മാർ എത്തുന്നതിന്റെ ഭാഗമായി സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സമ്മേളനത്തിനിടെ ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തിയേക്കും. അപ്പൊ ചൈനയായിട്ട് മണിപ്പൂരിലെ നോക്കാതെ ബ്രിക്സ് ഉച്ചകോടിയുടെ ഒക്കെ പങ്കെടുത്ത് പ്രധാനമന്ത്രി നടക്കുകയാണ്. അപ്പം ചൈനയായിട്ട് കഴിഞ്ഞിടയിൽ അതിർത്തി തർക്കം പരിഹരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ. അപ്പൊ വീണ്ടും ചൈന പ്രധാനമന്ത്രി കാനഡയിലായിട്ട് പ്രശ്നങ്ങളൊക്കെ നയതന്ത്രത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചൈനയും ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനിടെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പറയുന്നത്. കാരണം ബ്രിക്സ് ഉച്ചകോടിയിലും അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് അതിർത്തി പ്രശ്നങ്ങൾ തീർത്തത്. അപ്പം ഇത് എന്തെങ്കിലും പ്രതീക്ഷിക്കാം നമുക്ക്, ഇന്ത്യക്ക് ഗുണകരമാകുന്ന രീതിയിൽ. പിന്നെ നമ്മുടെ വൈക്കത്തഷ്ടമി ഇപ്പൊ വൈക്കത്തഷ്ടമി, അതെ, എല്ലാരൊക്കെ പോയി കാണുമായിരിക്കും. നമ്മള് മാത്രം പോയിട്ടില്ല. അതെ, അത് 23-ാം തീയതി തീരത്തില്ലേ? അതെ, 23-ാം തീയതിയാണ് വൈക്കത്തഷ്ടമി. എന്നാണ് അഷ്ടമി ദിവസം. മരി പോകുന്നുണ്ടോ? ഞാൻ പോകാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. പോയിക്കൂടെ? അതെ, പോകാം. നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം, വൈക്കത്തഷ്ടമി കാണാം. മരി ഇതുവരെയായിട്ടും വൈക്കത്തഷ്ടമി കണ്ടിട്ടില്ല. അപ്പൊ മരിയക്ക് വൈക്കത്തഷ്ടമി കാണാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും പോകുന്നുണ്ട്. നിങ്ങളും പോവുക. അതെ. വേറെന്താ? നീ എന്താ മരിയുള്ള? വയനാട്ടില് പുനരധിവാസത്തിന് പ്രാധാന്യം ഗവർണർ അപ്പൊ പറഞ്ഞിരിക്കുകയാണ്. വയനാട് ദുരന്തബാധിതരുടെ കാര്യത്തിൽ പ്രഖ്യാപനത്തെക്കാൾ പ്രാധാന്യം പുനരധിവാസത്തിനാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കേരളം എന്താണ് ചെയ്തതെന്ന് ഗവർണർ ആരാഞ്ഞു. പുനരധിവാസ പാക്കേജ് തയ്യാറാക്കി സംസ്ഥാന
സംസ്ഥാന ഗവൺമെന്റിന്റെ പക്കലുള്ള ദുരിത നിവാരണ പദ്ധതിയിലേക്ക് പണം ചെലവഴിച്ച ശേഷം കേന്ദ്രത്തെ സമീപിച്ചാൽ ഫണ്ട് അനുവദിക്കും. പണമില്ലാത്തതിന്റെ പേരിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുടങ്ങിയില്ല എന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകുന്നതാണ്. അപ്പോൾ വയനാട്ടിലെ നമ്മൾ കുറച്ചു മുമ്പും കൂടെ പറഞ്ഞതാണ് വയനാട്ടില് ഫണ്ട് അനുവദിക്കണതിന്റെ കാര്യം. അപ്പോൾ വയനാട്ടിൽ പുനരധിവാസത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് ഗവർണർ പറഞ്ഞേക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പറയുന്നുണ്ട് വയനാടിന്റെ കാര്യം. പക്ഷേ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ അതിനൊരു നിലപാട് എടുക്കുന്നില്ല. അതെ, എന്തായാലും എത്രയും പെട്ടെന്ന് അതെ, ഇപ്പം അത്രയും ദുരിതത്തിൽ നിന്ന് കയറി വന്നവരാണ് ചൂരന്മലയിലുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ദുരന്തത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ എല്ലാവരും ശ്രമിക്കണം. കേന്ദ്രം കൂടുതൽ അവരെ സഹായിക്കണം. അവർക്ക് അത് അവകാശപ്പെട്ടത് തന്നെയാണ് അവരെ സഹായിക്കേണ്ടതെന്നുള്ളത്. കേന്ദ്രത്തിന്റെ കടമയാണ്. അപ്പം കേന്ദ്രം എത്രയും പെട്ടെന്ന് അതിലൊരു നിലപാട് എടുക്കണം. പിന്നെ വേറൊരു ന്യൂസ്, വ്യാപാര ലൈസൻസ് പുതുക്കൽ പിഴത്തുക 30% കുറച്ചു. നഗരസഭകളിൽ വ്യാപാര ലൈസൻസ് പുതുക്കലിന്റെ പിഴത്തുക 30% വെട്ടിക്കുറച്ച് സർക്കാർ. ഇതോടെ 1000 രൂപ ലൈസൻസ് ഫീസുള്ള നഗരസഭാ പ്രദേശത്തെ ഒരു സംസ്ഥാനത്തിന് 1 വർഷം ലൈസൻസ് പുതുക്കൽ വൈകിയാൽ ഇനി പിഴ 200 രൂപ മാത്രമായിരിക്കും. നിലവിലുണ്ടായിരുന്ന നിരക്കനുസരിച്ച് ഓരോ 15 ദിവസത്തിനും 25% എന്ന കണക്കിൽ പിഴ മാത്രം 6000 രൂപയിലധികം അടയ്ക്കേണ്ടി വരുമായിരുന്നു. ഇതാണ് 30% ചുരുങ്ങുന്നത്. ലൈസൻസ് പുതുക്കൽ 2 വർഷം വൈകിയാൽ മുൻ നിരക്കനുസരിച്ച് 12000 രൂപ പിഴ വരുമെങ്കിൽ ഇനി 450 രൂപ പിഴ അടച്ചാൽ മതി. അതൊരു നല്ല കാര്യമല്ലേ? ഇപ്പോൾ ലൈസൻസ് പലരും ലൈസൻസ് അങ്ങനെ പുതുക്കുമ്പോൾ വീണ്ടും ലൈസൻസ് പുതുക്കുമ്പോൾ 12000 രൂപയാണ് നേരത്തെ പിഴ അടക്കേണ്ടി വന്നിരുന്നത്. ഇനി അത് 450 രൂപയുള്ളൂ. അപ്പം അത്രയും കുറച്ച് 30% അത് കുറച്ചിട്ടുണ്ട്. അപ്പം അതൊരു നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ക്യാമറയിൽ കുടുങ്ങിയത് 80 ലക്ഷം പേരാണ്. നോക്കാം. സർക്കാരിന്റെ ക്യാമറയിൽ സംസ്ഥാനത്ത് ഇതുവരെ കുടുങ്ങിയത് 80 ലക്ഷം പേർ. ഇവരിൽ നിന്നും 500 കോടി രൂപയാണ് സർക്കാരിന് ലഭിക്കുക. റോഡ് ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയ 2023 ജൂലൈ മുതൽ കഴിഞ്ഞ മാസം വരെയാണ് നിയമ ലംഘനത്തിന് 80 ലക്ഷം പേർക്ക് ചെല്ലാൻ അയച്ചത്. ക്യാമറയുടെ മുമ്പിലൂടെ വാഹനങ്ങൾ ഓരോ തവണ കടന്നു പോകുമ്പോഴും പുക പരിശോധന സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഇല്ലാത്തതിനും സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും ഫോണിൽ സംസാരിക്കുന്നതിനും പിഴ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്യാമറ വന്നതിന് ശേഷം ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു അല്ലേ? നേരത്തെ പോലീസ് ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തിരിച്ചെടുത്തോണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു വണ്ടിയൊക്കെ ആണെങ്കിലും. അതെ, പോലീസിനും കാണുമ്പോൾ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചു പോകും. പക്ഷെ ഇനിയിപ്പോ അത് പറ്റത്തില്ല. ഇത് തന്നെയല്ലേ ഇപ്പൊ എവിടെയാണ് ക്യാമറ ഉള്ളതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ എത്രയാ 80 ലക്ഷം പേരാണ് കുടുക്കിലായത്. അപ്പൊ 500 കോടി രൂപയാണ് അവരിൽ നിന്ന് കിട്ടാനുള്ളത്, സർക്കാരിലേക്ക് ലഭിക്കുക. 500 കോടി രൂപ. അപ്പൊ അത്രയും പേര് നിയമം തെറ്റിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതെ, പക്ഷെ ക്യാമറ എല്ലായിടത്തും പ്രവർത്തിക്കുന്നൊന്നുമില്ല. അത് പലയിടത്തും പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ ആൾക്കാർക്കൊക്കെ അറിയാം ഏതൊക്കെ ഊടുവഴി കൂടെ പോകണം. അതെ, അത് ശരി. ക്യാമറ ഇല്ലാത്ത വഴി നോക്കി ആൾക്കാർ പോകുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു ന്യൂസ്, ജനകീയ വിഷയങ്ങളിൽ ഉലഞ്ഞ് BJP. തൊഴിലില്ലായ്മയും നീറി ഗ്രാമനഗര മേഖലകൾ. BJPക്ക് പറയാൻ വർഗീയത മാത്രം. പ്രധാനമന്ത്രിയുടെ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്ന് അജിത് പവാർ. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP നേതാക്കൾ നടത്തുന്ന തീവ്ര വർഗീയ പ്രചരണത്തെയും മറികടന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് കാർഷിക മേഖലയുടെ തകർച്ചയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും. അതായത് ഈ BJP നേതാക്കൾ നടത്തുന്ന വർഗീയ പ്രചരണത്തെ മറികടന്ന് ജനങ്ങൾ അവർ നടത്തുന്ന കൂടുതലും വർഗീയ പ്രചരണങ്ങളാണ്, ജാതി മതം അങ്ങനത്തെ പേരിലും. അപ്പോൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാകുന്നതും കാർഷിക മേഖലയുടെ തകർച്ചയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ്. കാരണം ജനങ്ങൾ നേരിടുന്നത് അതാണ്. ഇപ്പോൾ കാർഷിക മേഖല ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ ജമ്മു കാശ്മീരിലെ ഹരിയാനയിലെ ഇലക്ഷന്റെ സമയത്ത്. കോൺഗ്രസ് ഉന്നയിച്ച പ്രധാന കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു BJP ഈ പ്രാവശ്യം ജയിക്കില്ല, കോൺഗ്രസ് ജയിക്കുമെന്ന് നമ്മൾ പിന്നെ പറഞ്ഞിട്ടും ഇനിയിപ്പോ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. അപ്പൊ ജമ്മു കാശ്മീരിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചിരുന്നത്. അപ്പം കോൺഗ്രസ് മെയിൻ ആയിട്ട് ഉന്നയിച്ച ഇതെന്ന് പറയുന്നത് കർഷകരുടെ കാര്യവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയൊക്കെ
കോൺഗ്രസ് നല്ല രീതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഗ്രസ് ബി ജെ പി കൂടുതലും വർഗീയ പ്രചരണമാണ് നടത്തുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി അടക്കം അവിടെ പോകുമ്പോഴാണെങ്കിലും ജനങ്ങളുടെ പ്രതികരണമൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു. പക്ഷെ എന്നിട്ടും ജമ്മു കാശ്മീരിൽ അല്ല ഹരിയാനയിൽ എന്താണ് ബി ജെ പി ജയിക്കാനുള്ള കാരണമെന്ന് അറിയില്ല. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും ഏറ്റ കനത്ത തിരിച്ചടിയിൽ പരിഭ്രാന്തരായി മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ ഗ്രാമീണരെ തൃപ്തരാക്കിയിട്ടില്ല. വർദ്ധിച്ചു വരുന്ന കൃഷിച്ചെലവും വിളകൾക്ക് ന്യായവില കിട്ടാത്തതും ഗ്രാമീണ മേഖലയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം പടർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമീണ മേഖലകളിൽ അവരെ സംബന്ധിച്ച് അവർക്ക് കൃഷിയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു നിലപാടിൽ ആ സർക്കാർ എടുത്ത നിലപാടിൽ കർഷകർക്കടക്കം ആ ഗ്രാമീണ ജനതയ്ക്ക് ബി ജെ പിയുടെ ചെലവും അതുപോലെ തന്നെ അതിന്റെ കൃഷി ചെലവ് വിള കിട്ടാത്തതും ഒക്കെ ഗ്രാമീണ മേഖലയെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പം അതിന്റെ പേരിൽ അവർക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. തൊഴിലില്ലായ്മ ഗ്രാമനഗരങ്ങളിൽ ഒരേപോലെ അമർഷം നിറയ്ക്കുന്നു. വളർച്ചയെക്കുറിച്ച് സർക്കാർ സംസാരിക്കുമ്പോഴും അതിന്റെ പ്രയോജനമൊന്നും യുവജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇപ്പം സർക്കാർ കൂടുതലും വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രസംഗിച്ച് നടക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒരു ഗുണം പോലും യുവാക്കൾക്ക് ലഭിക്കുന്നില്ല. സംവരണ പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ പ്രധാന കാരണം തൊഴിലവസരങ്ങളുടെ അഭാവമാണ്. സ്വകാര്യ മേഖലയിൽ തൊഴിലവസരം വൻതോതിൽ കുറഞ്ഞു. കാർഷിക തകർച്ചയും തുടർന്ന് നഗരങ്ങളിലേക്ക് കുടിയേറ്റം പെരുകിയെങ്കിലും ഇവയ്ക്കെല്ലാം അഭയമേകാനുള്ള ശേഷി നഗരങ്ങൾക്കുമില്ല. സർക്കാർ നിയമനങ്ങളും പരിമിതം. അതായത് ഈ ഗ്രാമങ്ങളിൽ നിന്നും നല്ലൊരു തൊഴിൽ, നല്ലൊരു ജീവിതം തേടി നഗരങ്ങളിലേക്ക് പോകുന്നവരാണെങ്കിൽ പോലും അത്രയും പേരെ അവിടെ ഉൾക്കൊള്ളാനുള്ള ഇത് നഗരങ്ങളിലുമില്ല. അപ്പം മറാത്ത OBC സംവരണ പ്രക്ഷോഭങ്ങൾ ബി ജെ പി മുന്നിൽ സർക്കാരിനെ ഉലച്ചിരുന്നു. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഹിന്ദുക്കൾ നശിക്കുമെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ മുദ്രാവാക്യം ഉയർത്തിയാണ് ബി ജെ പി ഇതിനെ നേരിടുന്നത്. അപ്പം ബി ജെ പിക്കെതിരെ ഗ്രാമീണ മേഖലകളിൽ കൂടുതലും അവർക്കെതിരെ ഭരണവിരുദ്ധ വികാരമാണിപ്പം നടക്കുന്നത്. അത് കർഷകരുടെയൊക്കെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എടുക്കണം. കാരണം അവരെത്ര ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്പോർട്സ് പേജ് എന്താ സ്പോർട്സിലോട്ട് പോകാം. അപ്പം നമ്മളിന്ന് സഞ്ജു സാംസന്റെ ന്യൂസ് നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണും. മനസ്സിലായി ചേട്ടാ. മനോരമ കൊടുത്തേക്കുന്ന സഞ്ജു സാംസന്റെ. അപ്പം ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള മത്സരത്തിലെ 4 പരമ്പരയിൽ ഇന്ത്യ ജയിച്ചിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ സൂപ്പർ ഹീറോ ആയി സഞ്ജു സാംസൺ വന്നിരിക്കുകയാണ്. തുടർച്ചയായി തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന നായക കഥാപാത്രം അന്തിമ പോരാട്ടത്തിൽ തകർപ്പൻ ആക്ഷനുമായി എതിരാളിയെ നിഷ്പ്രഭമാക്കുന്ന സിനിമകളിലല്ലേ. അതായത് തുടർച്ചയായിട്ട് ഇപ്പം സഞ്ജു സാംസൺ ക്രിക്കറ്റ് രംഗത്തോട്ട് വന്നിട്ട് 10 വർഷമായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നല്ല അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലെന്ന് ഇന്ത്യക്കാരടക്കമുള്ള എല്ലാവരും മലയാളികൾക്ക് അതെന്നും ഒരു വിഷമമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം പക്ഷേ അന്തിമ പോരാട്ടത്തിൽ തകർപ്പൻ ആക്ഷനുമായിട്ടാണ് സഞ്ജു സാംസൺ മലയാളികളുടെ സൂപ്പർ താരമായിട്ട് മാറി. നമുക്കൊരു അഭിമാനം തന്നെയാണ്. അത്തരം ഒരു സിനിമ പോലെ ആവേശകരമാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇപ്പോൾ സഞ്ജു സാംസന്റെ പ്രകടനം. ഗംഭീരമായ ഇൻട്രോ സീനിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വരവറിയിച്ചെങ്കിലും അവഗണനയുടെ ആദ്യ പകുതിയിലും തിരിച്ചടികളുടെ രണ്ടാം പകുതിയിലുമായി കൂടുതൽ സമയം ദേശീയ ടീമിനെ പുറത്തായിരുന്ന സഞ്ജുവിന്റെ സ്ഥാനം. ഒടുവിൽ കഴിഞ്ഞ 520 മത്സരങ്ങൾക്കിടയിലും നേടിയ 3 സെഞ്ചുറികളുടെ കനവും തിളക്കവുമാണ് ബാറ്റ് ഉയർത്തി സഞ്ജു ചോദിക്കുന്നത്. ഇനിയും എന്താണ് ഞാൻ തെളിയിക്കേണ്ടത്? സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ വീരേന്ദർ സെവാഗിനെയാണ് ഓർമ്മ വരുന്നതെന്നും ഷോൺ പോളക് പറഞ്ഞു. സഞ്ജു ഇന്ത്യൻ ലിമിറ്റഡ് ഓവർ ടീമിലെ സ്ഥിരാംഗമല്ലെന്ന് അത്ഭുതപ്പെടുത്തുന്നുവെന്നും മാർക്ക് ബൗച്ചർ. ഇന്ത്യൻ T20 ടീമിന്റെ ക്രീസ് ഗെയിലാണ് സഞ്ജുവെന്ന് രവി ശാസ്ത്രി. അപ്പം ക്രിക്കറ്റ് ലോകത്തെ എല്ലാവരും സഞ്ജു സാംസനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സഞ്ജുവിന്റെ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 2015 സിംബാബ്വെക്കെതിരെ മത്സരത്തിലൂടെയായിരുന്നു സഞ്ജുവിന്റെ T20 കരിയറിന്റെ തുടക്കം. ഓപ്പണിംഗ് മുതൽ 7ാം നമ്പറിൽ വരെ T20 സഞ്ജുവിനെ ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്ക് മുൻപ് 8 ഇന്നിംഗ്സുകൾ മാത്രമാണ് ഓപ്പണറായി അവസരം കിട്ടിയിരുന്നത്. ഈ പരമ്പരയിലെ 4 മത്സരങ്ങളിലും ഓപ്പണിംഗ് ദൗത്യം ഏൽപ്പിച്ച ടീം മാനേജ്മെന്റിന്റെ തീരുമാനം സഞ്ജു ശരിവെച്ചത് 2 സെഞ്ചുറികൾ ഉൾപ്പെടെ നേടി 216 റൺസുമായിട്ടാണ്. അപ്പോൾ ഈ 4 പരമ്പരയിൽ 2 സെഞ്ചുറിയാണ് നേടിയത്. എന്താണെങ്കിലും മലയാളികൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ഇതാണ്. ഇന്ത്യയുടെ T20 ടോപ്പ് സ്കോറർ സഞ്ജു സാംസൺ 436 റൺസ് 12 ഇന്നിംഗ്സിൽ നേടിയിട്ടുണ്ട്.
അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ CK നായിഡു ട്രോഫി കേരളത്തിന് ഭേദപ്പെട്ട സ്കോർ. കാമിൽ അബൂബക്കറിന് സെഞ്ചുറി. CK നായിഡു ട്രോഫിയിൽ വരുൺ നയനാരിന് പിന്നാലെ കാമിൽ അബൂബക്കറിനും സെഞ്ചുറി. തമിഴ്നാടിനെതിരെ രണ്ടാം ദിനമാണ് കാമിൽ സെഞ്ചുറി സ്വന്തമാക്കിയത്. 243 പന്തിൽ നിന്ന് 15 4 ഉൾപ്പെടെയാണ് 102 റൺസ് കരസ്ഥമാക്കിയത്. അറമാനിയായി ഇറങ്ങിയ റോഹൻ നായർ അർദ്ധ സെഞ്ചുറിയും നേടി. വരുണിന്റെയും കാമിലിന്റെയും സെഞ്ചുറി മികവിലാണ് കേരളം 337 എന്ന ഭേദപ്പെട്ട സ്കോറിലെത്തിയത്. രണ്ടാം ദിനം 3 വിക്കറ്റിന്റെ നഷ്ടത്തിൽ 199 റൺസെന്ന നിലയിൽ ഇന്നിംഗ്സ് പുനരാരംഭിച്ച കേരളം സ്കോർ 337-ലെത്തി. 337-ലേക്ക് എത്തിയപ്പോൾ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. പിന്നെ ഒരു ന്യൂസ് ഉണ്ട്, റൊണാൾഡോയുടെ ഒരു ന്യൂസ് ഉണ്ട്. മാസ് ഗോളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. മനോരമ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ജനയുഗം കൊടുത്തേക്കുന്ന പോളണ്ടിനെ പഞ്ഞിക്കിട്ട് പറങ്കിപ്പടം. അപ്പം 39-ാം വയസ്സിലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ചെറുപ്പം. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ പോളണ്ടിനെ 5-1 പോർച്ചുഗൽ തോൽപ്പിച്ച മത്സരത്തിൽ ക്രിസ്ത്യാനോ നേടിയത് 2 ഗോളുകൾ. അതിലൊന്ന് ഉഗ്രനൊരു ഓവർഹെഡ് കിക്ക് ഗോൾ. ജയത്തോടെ പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. അപ്പോൾ പോർച്ചുഗലും ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. റാഫേൽ ലിയാവോ, ബ്രൂണോ ഫെർണാണ്ടസ്, പെട്രോ നെറ്റോ എന്നിവരാണ് പോർച്ചുഗലിന്റെ മറ്റ് സ്കോറർമാർ. തോൽവിയോടെ പോളണ്ടിനെ ക്വാർട്ടർ മോഹം ഇതോടെ പൊലിഞ്ഞു. ഈ കളിയിലെ ഇരട്ട ഗോളുകളോടെ ക്രിസ്ത്യാനോ രാജ്യാന്തര ഗോളുകളുടെ എണ്ണം 135. അപ്പോൾ രാജ്യത്തിന് വേണ്ടി റൊണാൾഡോ അടിക്കുന്ന ഈ 2 ഗോളും കൂടെ കൂട്ടി 135 ഗോളുകളായി. ഓക്കെ, അപ്പോൾ എല്ലാം കവർ ചെയ്തില്ലേ? അപ്പോൾ സ്പോർട്സ് ഞങ്ങൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ന്യൂസ്. അപ്പോൾ ഇന്നത്തെ പത്രവാർത്താസ് ഞങ്ങൾ അത്യാവശ്യം ന്യൂസുകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നാളെ കാണാം. ബൈ.